കുങ്ഫു പാണ്ട 4 ഈ ഒരു സിനിമയെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള മൂവിയാണ്. പക്ഷേ സ്റ്റിൽ വാച്ചബിൾ, അതായത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. അത്യാവശ്യം കോമഡീസും കാര്യങ്ങളും അതുപോലെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ഗംഭീര വിഷ്വൽസും ഉള്ളൊരു സിനിമയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് നല്ല ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു പാസ്റ്റ് 3 സിനിമകളിനകത്തുള്ള ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു പഞ്ച് ഈ ഒരു സിനിമയ്ക്കകത്തും കിട്ടുന്നില്ല. ആ ഒരു സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗൂസ്ബം മൊമെൻറ്റ്സ് കിട്ടും, അതുപോലെ തന്നെ ഒരുപാട് ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് കാണും. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് രീതിയിലേക്ക് ഈ ഒരു 4th മൂവി മാറുന്നില്ല എന്ന് പല സമയത്തും ചിത്രം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയിട്ടുണ്ട്. 1.5 മണിക്കൂറും കണ്ട സിനിമയുടെ ഡ്യൂറേഷനുള്ളൂ. വളരെ പെട്ടെന്ന് തുടങ്ങും, വളരെ പെട്ടെന്ന് അവസാനിക്കും. നല്ല ഫാസ്റ്റ് പേസിലാണ് പോകുന്നത്. സ്റ്റോറിയിലോട്ട് കയറുന്നു വളരെ പെട്ടെന്ന് തന്നെ. അതായത് ഒരു സ്ഥിരം ടെംപ്ലേറ്റ് മൂഡിലാണ് ഈ ഒരു ചിത്രം പോകുന്നത്. സിനിമയ്ക്കകത്ത് എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കില്ല എന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ടൂ മച്ച് ഫ്ലാറ്റ് ആയിട്ട് കണ്ടിരിക്കുന്ന പ്രേക്ഷകന് സിംപ്ലി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ചിത്രം പോകുന്നത്. ഇതിൽ മാസ്മരിക വില്ലന്മാരൊന്നുമില്ല. അതായത് നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പല മെയിൻ വില്ലൻസിനെ ഇവർ ഈ ഒരു സിനിമയ്ക്കകത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് ആ ഒരു പഞ്ചൊന്നും എവിടെയും കിട്ടൂല. അതായത് ഫസ്റ്റ് 3 പാർട്സിനകത്ത് ആ ഒരു മെയിൻ വില്ലൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇതിലെ വില്ലൻസ് എന്നൊക്കെ പറയുന്നത് വളരെ ശോകമായിട്ടുള്ളൊരു ഐറ്റമാണ്. അതായത് ആ ഒരു പഞ്ച് ആ ഒരു വില്ലന് തരുവാൻ സാധിക്കുന്നില്ല. എസ്പെഷ്യലി നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ടൈലങ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ തന്ന ആ ഒരു വൈബ്, അതുപോലെ തന്നെ തേർഡ് പാർട്ടിലെ കായ്, ഈ ക്യാരക്ടേഴ്സിനൊക്കെ കൊടുത്ത ബിൽഡപ്പും അവരുണ്ടാക്കി വെച്ച ആ ഒരു സംഭവം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതായത് കുങ്ഫു പാണ്ട എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസിക്ക് തന്നെ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബിൽഡപ്പ് ഉണ്ട്. അത് വളരെ വലുതാണ്. പക്ഷേ ആ ഒരു സംഭവം നമുക്ക് ഈ ഒരു 4th മൂവിക്കകത്ത് കിട്ടത്തില്ല. അതാണ് ഒരു വലിയ കല്ലുകടിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം കുങ്ഫു പാണ്ട എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം അല്ലെങ്കിൽ ഒരു എലമെൻ്റാണ് അതിലെ വില്ലന്മാരെന്ന് പറയുന്നത്. അതിൽ ഈ ഒരു സിനിമ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ പോ എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ പുതിയതായിട്ടൊരു ക്യാരക്ടർ വരുന്നുണ്ട്, ഒരു ഫോക്സ് ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ നടത്തുന്ന അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം ഫണ്ണി ആയിട്ട് കൊണ്ടുവന്നുണ്ട്. ഗംഭീര ആക്ഷൻ സീക്വൻസുകളുണ്ട്. അതുപോലെ തന്നെ ആനിമേഷൻ സീക്വൻസുകളൊക്കെ വളരെ രസത്തിന്, അതായത് വളരെ കളർഫുൾ ആയിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഉണ്ട്. അത്രയൊക്കെ ഉണ്ട്. അപ്പം കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ബട്ട് എന്തോ എവിടേക്കോ മിസ്സായി പോയൊരു ഫീലും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ പോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോഴത്തെ ഡ്രാഗൺ വാരിയറാണ്. പക്ഷേ മാസ്റ്റർ ഊക്വേ നമ്മുടെ പോ എന്ന് പറയുന്ന ക്യാരക്ടറിന് കുറച്ചും കൂടെ വലിയൊരു ടാസ്ക് കൊടുക്കുകയാണ്. അതായത് സ്പിരിച്വൽ മാസ്റ്ററായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡറായിട്ട് മാറാനുള്ള ആ ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോഴത്തേനും പോയിക്ക് നെക്സ്റ്റ് ഡ്രാഗൺ വാരിയറിനെ അല്ലെങ്കിൽ തൻ്റെ സക്സസറിനെ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം കൂടെ വരികയാണ്. അപ്പോൾ ആ ഒരു സക്സസർ ആരായിരിക്കും, ആ ഒരു പുതിയ ഡ്രാഗൺ വാരിയർ ആരായിരിക്കും, എങ്ങനെയായിരിക്കും പോ ആ ഒരു ക്യാരക്ടറിനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ മെയിനായിട്ടും ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മൾ ഇത്രയും നാളും കണ്ടുവന്ന ആ ഒരു ഡ്രാഗൺ വാരിയർ മാറുകയാണ്. നമ്മുടെ പോ എന്ന് പറയുന്ന ക്യാരക്ടർ ആ ഒരു ഡ്രാഗൺ വാരിയർ സ്ഥാനത്തു നിന്ന് മാറിയിട്ട് ഇനി ആരായിരിക്കും ആ ഒരു ക്യാരക്ടറായിട്ട് മാറുക എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് അസൈൻ ചെയ്ത് നിൽക്കുന്ന വേറൊരു വില്ലൻ ക്യാരക്ടർ വരുന്നു. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. നമ്മുടെ കായ് അടക്കമുള്ള ഒരുപാട് മെയിൻ വില്ലന്മാർ ഈ ഒരു സിനിമയ്ക്കകത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതൊന്നും ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനേഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ സ്റ്റിൽ വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കുങ്ഫു പാണ്ട ആരാധകർക്ക് നിരാശയൊന്നും നൽകത്തില്ല. കാരണം നിങ്ങൾക്ക് വാച്ചബിളായിട്ട് തന്നെ ഇരുന്നൊരു രസത്തിന് കാണാൻ പറ്റും. ബട്ട് സ്റ്റിൽ നോട്ട് ദാറ്റ് ഗ്രേറ്റ്. എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, പക്ഷേ ആ ഒരു പ്രതീക്ഷിച്ച സംഭവം കിട്ടിയില്ല എന്നെനിക്ക് തോന്നി. ദാറ്റ്സ് ഇറ്റ്.